ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സമ്മിങ് ആംപ്ലിഫയർ ആണ്. സോ ഈ ഒരു ഡയഗ്രാം സമ്മിങ് ആംപ്ലിഫയർ സർക്യൂട്ട് ഡയഗ്രാമാണ്. ഇതിൽ നമ്മൾ ഇൻവേർട്ടിംഗ് മോഡിലാണ് ഈ ഒരു സമ്മിങ് ആംപ്ലിഫയർ കണക്ട് ചെയ്തേക്കുന്നത്. ഇൻവേർട്ടിംഗ് മോഡ് നമുക്കറിയാം, ഇൻപുട്ട് കൊടുക്കുന്നത് നമ്മൾ ഇൻവേർട്ടിംഗ് ടെർമിനലായിരിക്കും. അപ്പോൾ നമുക്കൊരു നോർമൽ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ വരയ്ക്കാൻ നമുക്കറിയാം. അതിനകത്ത് നമ്മൾ R1 എന്ന് പറയുന്ന റെസിസ്റ്റർ, RF എന്ന് പറയുന്നൊരു ഫീഡ്ബാക്ക് റെസിസ്റ്റർ, ആ രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്തിരുന്നത്. ദെൻ ആ R1 റെസിസ്റ്ററിന് അക്രോസ് ആണ് നമ്മൾ ഇൻപുട്ട് കൊടുത്തിരുന്നത്, അതായത് ഇൻവേർട്ടിംഗ് ടെർമിനലാണ് ഇൻപുട്ട് കൊടുത്തിരുന്നത്. സോ ഇവിടെ നമുക്കൊരു സമ്മിങ് ആംപ്ലിഫയർ കാണാം. ഇതിൽ 3 ഇൻപുട്ടുകളുണ്ട്, VA, VB ആൻഡ് VC. അപ്പം ഇതും ഒരു ഇൻവേർട്ടിംഗ് മോഡിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ VA എന്ന് പറയുന്ന ഇൻപുട്ട് RA എന്ന് പറയുന്ന റെസിസ്റ്റർ വഴി ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തേക്കുന്നു. ദെൻ VB എന്ന് പറയുന്ന ഇൻപുട്ട് RB എന്ന് പറയുന്ന റെസിസ്റ്റർ വഴി കണക്ട് ചെയ്തേക്കുന്നു. ദെൻ VC ത്രൂ RC ആണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ 3 ഇൻപുട്ട് ഉണ്ട്. സോ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IA, IB ആൻഡ് IC. സോ നമ്മൾ ആ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ഐഡിയൽ കേസിൽ അനലൈസ് ചെയ്ത പോലെ തന്നെ ഇവിടെയും നമുക്ക് അനലൈസ് ചെയ്യാം. സോ ഞാൻ ആ ഒരു നോഡ് അനാലിസിസ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്, നോഡ് അനാലിസിസ് ഇക്വേഷൻ. സോ അറ്റ് ഈ ഒരു നോഡ് നമുക്കതിനെ A എന്ന് പറയുന്ന നോഡായിട്ട് എടുക്കാം. സോ അറ്റ് നോഡ് A അപ്ലൈ KCL. സോ ഇവിടെ KCL അപ്ലൈ ചെയ്യുമ്പോൾ സം ഓഫ് കറണ്ട് എൻറ്ററിങ് ദ നോഡ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? IA, IB ആൻഡ് IC. സോ സം ഓഫ് കറണ്ട് എൻറ്ററിങ് IA പ്ലസ് IB പ്ലസ് IC. ദെൻ ഈ സം ഓഫ് കറണ്ട് ലീവിങ് എന്ന് പറയുന്നത് IF ആണ്. ദെൻ IB2 എന്ന് പറയുന്നൊരു കറണ്ട് ഉണ്ട്, പക്ഷേ നമുക്ക് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഹൈ ആയതുകൊണ്ട് IB2 എന്ന് പറയുന്ന കറണ്ടിനെ നമുക്ക് 0 ആയിട്ട് എടുക്കാം. സോ ഈ ഒരു കറണ്ട് 0 ആയിരിക്കും. സോ IF മാത്രമേ ഉള്ളൂ. സോ അതിനെ IF എന്ന് കൊടുത്തു. ദെൻ IA പ്ലസ് IB പ്ലസ് IC ഈസ് ഈക്വൽ ടു IF നമുക്ക് കിട്ടി. ദെൻ വാട്ട് ഈസ് എക്സ്പ്രഷൻ ഫോർ IA? IA എന്ന് പറയുന്നത് ഈ RAയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. സോ VA മൈനസ് ഈ നോഡിലെ വോൾട്ടേജ്, അതായത് ഈ നോഡിലെ വോൾട്ടേജ്, അതായത് V2 എന്ന് പറയുന്നത് 0 ആണ്. കാരണം നമ്മൾ വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് വെച്ചിട്ട് V1 എത്ര ആണോ അത് തന്നെ ആയിരിക്കണം V2. സോ V1 0 ആയതുകൊണ്ട് ഐഡിയൽ കേസിൽ V1 0 ആണ്, ഗ്രൗണ്ട് ചെയ്തേക്കുവാണ്. സോ V1 0 മീൻസ് V2 ഈസ് ഓൾസോ 0. അപ്പോൾ നോഡ് എയിലെ വോൾട്ടേജ് 0 ആണ്. സോ നമുക്ക് VA മൈനസ് ഈ നോഡിലെ വോൾട്ടേജ്, അതായത് V2 എന്ന് പറയുന്ന നോഡിലെ വോൾട്ടേജ് 0 ആയിട്ട് എടുക്കാം. സോ VA മൈനസ് V2 0 ആണ് ബൈ RA പ്ലസ് നെക്സ്റ്റ് IB ആണ്. IB എന്ന് പറയുമ്പോൾ VB മൈനസ് ഈ നോഡിലെ വോൾട്ടേജ് 0. സോ VB മൈനസ് 0 ബൈ RB. ദെൻ അഗെയിൻ VC എന്ന് പറയുന്നത് VC മൈനസ് 0 ബൈ RC ഈസ് ഈക്വൽ ടു IF. IF എന്ന് പറയുന്നത് ഈ കറണ്ടാണ്. സോ ഈ നോഡിലെ വോൾട്ടേജ് 0 ആണ്. 0 മൈനസ് V ഔട്ട് ബൈ RF, 0 മൈനസ് V ഔട്ട് ബൈ RF എന്ന് കിട്ടും. സോ ഇവിടുന്ന് നമുക്ക് ഒരു V ഔട്ടിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. സോ VA ബൈ RA പ്ലസ് VB ബൈ RB പ്ലസ് VC ബൈ RC ഈക്വൽ ടു മൈനസ് V ഔട്ട് ബൈ RF. അപ്പോൾ ഇവിടുന്ന് നമുക്ക് V ഔട്ട് എന്ന് പറയുന്നത് മൈനസ് ഓഫ് RF ബൈ RA ഇൻറ്റു VA പ്ലസ് RF ബൈ RB ഇൻറ്റു VB പ്ലസ് RF ബൈ RC ഇൻറ്റു VC എന്ന് കിട്ടും. സോ ഇതാണ് നമുക്കിവിടെ കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് ഒരു ഇൻപുട്ടേ ഉള്ളായിരുന്നെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ഔട്ട്പുട്ട് V ഔട്ട് ഈസ് ഈക്വൽ ടു മൈനസ് RF ബൈ RA ഇൻറ്റു VA. അപ്പോൾ VB, VC ഇവിടെ നമ്മൾ 3 ഡിഫറെൻറ്റ് ഇൻപുട്ടുകൾ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്കൊരു സിംഗിൾ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ കേസ് തന്നെ ആലോചിച്ച് നോക്കുവാണെങ്കിൽ, ഒരു VA എന്ന് പറയുന്ന ഒരു സിംഗിൾ ഇൻപുട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐഡിയൽ കേസിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മൈനസ് RF ബൈ RA ഇൻറ്റു VA. സോ ഇവിടെ 3 ഇൻപുട്ട് ആയതുകൊണ്ട് നമുക്ക് മൈനസ് RF ബൈ RA ഇൻറ്റു VA മൈനസ് RF ബൈ RB ഇൻറ്റു VB മൈനസ് RF ബൈ RC ഇൻറ്റു VC. സോ ആ ഇൻവേർട്ടിങ്ങിൻ്റെ കേസ് പോലെ തന്നെയാണ് ഇവിടെ നമുക്ക് V ഔട്ട് കിട്ടുന്നത്. ദെൻ നമുക്കിതിനെ ഒരു സമ്മിങ് ആംപ്ലിഫയർ എന്ന് എങ്ങനെ പറയാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഓരോ കേസസ് ആയിട്ട് നമ്മളിതിനെ ഡിസ്കസ് ചെയ്യുകയാണ്. സോ കേസ് 1. അപ്പോൾ നമ്മുടെ അസംഷൻ ഇതാണ്, ലെറ്റ് RA
ഈക്വൽ ടു ആർ ബി ഈക്വൽ ടു ആർ സി. നമ്മൾ യൂസ് ചെയ്യുന്ന ആ റെസിസ്റ്ററിൻ്റെ ഡിസൈൻ വാല്യൂസ് എന്ന് പറയുന്നത് മൂന്നും ഈക്വലായിട്ട് അസ്യൂം ചെയ്യുവാണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ എന്ന് ഞാൻ അസ്യൂം ചെയ്യുവാണ്. സോ ദിസ് ഇക്വേഷൻ വിൽ ബിക്കം മൈനസ് ഓഫ് ആർ എഫ് ബൈ എല്ലാ വാല്യൂസിനും നമുക്ക് ആർ എന്ന് കൊടുക്കാം. സോ ഇറ്റ് വിൽ ബിക്കം വി എ പ്ലസ് വി ബി പ്ലസ് വി സി. സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ദ നെഗറ്റീവ് സം ഓഫ് ഓൾ ദ ഇൻപുട്ട് ടൈംസ് ദ ഗെയിൻ ഓഫ് ദ സർക്യൂട്ട് ആർ എഫ് ബൈ ആർ. സോ ശരിക്കും ആ ഒരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, ഇൻവേർട്ടിംഗ് എന്ന് കാണിക്കാനാണ് ആ മൈനസ് ഇവിടെ ഒരു ഇക്വേഷനകത്ത് വന്നിരിക്കുന്നത്. സോ മൈനസ് ആർ എഫ് ബൈ ആർ ഇൻറ്റു ദ സം ഓഫ് ദ ഓൾ 3 വോൾട്ടേജസ് വി എ വി ബി ആൻഡ് വി സി. സോ അതുകൊണ്ടാണ് ഇതിനെ നമുക്ക് സമ്മിങ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു the negative sum of all the inputs V A, V B and V C times the gain of the circuit. ഇപ്പോൾ ആ ഒരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എത്രയാണ്? ആർ എഫ് ബൈ ആർ വൺ ആണ്. അതിൻ്റെ വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്സിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറായിട്ടാണ് നമുക്ക് ആ ഗെയിനും വന്നേക്കുന്നത്. സോ ദിസ് സർക്യൂട്ട് ഈസ് നോൺ ആസ്. സോ ഇങ്ങനെയാണ് ഇതിനെ നമുക്കൊരു സമ്മിങ് ആംപ്ലിഫയർ ആയിട്ട് നമുക്കിതിനെ, ഈ ഒരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിനെ നമുക്കിതുപോലെ ഒരു സമ്മിങ് ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാം. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇതാണ്, സപ്പോസ് ദ ഗെയിൻ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ 1 ആണ്. അതായത് ആർ എഫ് ആറും ഈക്വൽ ആണെങ്കിൽ ദിസ് വാല്യൂ വിൽ ബി 1. സോ നമുക്ക് വി ഔട്ട് ഈസ് ഈക്വൽ ടു മൈനസ് വി എ പ്ലസ് വി ബി പ്ലസ് വി സി, മൈനസ് ഓഫ് വി എ പ്ലസ് വി ബി പ്ലസ് വി സി എന്ന് എഴുതാം. അപ്പോൾ അത് ഗെയിൻ 1 ആവുന്ന കേസിലാണ്. സോ ഇത് ഒരു സമ്മിങ് ആംപ്ലിഫയർ ആയിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യിക്കാം. ദെൻ അടുത്ത കേസ് നോക്കുവാണെങ്കിൽ കേസ് 2, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബേസിക് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് വി സീറോ ഈസ് ഈക്വൽ ടു മൈനസ് ആർ എഫ് ബൈ ആർ എ ഇൻറ്റു വി എ പ്ലസ് ആർ എഫ് ബൈ ആർ ബി ഇൻറ്റു വി ബി പ്ലസ് ആർ എഫ് ബൈ ആർ സി ഇൻറ്റു വി സി. സോ ഇതിനെ നമുക്കൊരു സ്കെയിലിംഗ് ആംപ്ലിഫയർ അല്ലെങ്കിൽ വെയ്റ്റഡ് ആംപ്ലിഫയർ എന്നൊക്കെ പറയാം. നമ്മളത് ഈക്വൽ അല്ലാത്ത കേസ് എടുക്കുവാണെങ്കിൽ, ആർ എ ആർ ബി ആർ സി ഈക്വൽ അല്ലാതെ ഉള്ള കേസസ് എടുക്കുവാണെങ്കിൽ, അതായത് ആർ എഫ് ബൈ ആർ എ നോട്ട് ഈക്വൽ ടു ആർ എഫ് ബൈ ആർ ബി ഈക്വൽ ടു ആർ എഫ് ബൈ ആർ സി. സോ ഈ ഇക്വേഷൻ 1നെ നമുക്ക് എന്തായിട്ട് പറയാം? ദിസ് ഇസ് നോൺ ആസ് എ സ്കെയിലിംഗ് ഓർ വെയ്റ്റഡ് ആംപ്ലിഫയർ എന്ന് നമുക്കതിനെ പറയാം. വെയ്റ്റഡ് ആംപ്ലിഫയർ. സോ സമ്മിങ് ആംപ്ലിഫയർ, അതിനെ തന്നെ നമുക്കതിനെ സ്കെയിലിംഗ് ആംപ്ലിഫയർ ആയിട്ടൊക്കെ നമുക്ക് അതിനെ ഓപ്പറേറ്റ് ചെയ്യിക്കാം. ദെൻ അതുപോലെ തന്നെ മറ്റൊരു കേസാണ്, ഇറ്റ് ക്യാൻ ബി ഓപ്പറേറ്റഡ് ആസ് ആൻ ആവറേജ് സർക്യൂട്ട്. ആവറേജ് സർക്യൂട്ടായിട്ട് നമുക്ക് ആ ഒരു ഡയഗ്രത്തിനെ നമുക്ക് യൂസ് ചെയ്യാം. അതിനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇഫ് ആർ എ ഈക്വൽ ടു ആർ ബി ഈക്വൽ ടു ആർ സി ഈക്വൽ ടു ആർ ആയിട്ട് ഞാൻ എടുക്കുവാണ്. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് ഇതിനെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ആർ എഫ് ബൈ ആർ, ആ ഗെയിൻ എന്ന് പറയുന്നത് ആർ എഫ് ബൈ ആർ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ബൈ എൻ. ഈ ഒരു കണ്ടീഷൻ എടുക്കുവാണ്. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻപുട്സ് ആണ്. നമ്പർ ഓഫ് ഇൻപുട്സ് ആയിട്ട് എടുക്കുവാണെങ്കിൽ ദെൻ വി ഔട്ട് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് മൈനസ് ഓഫ് ആർ എഫ് ബൈ ആർ ഇൻറ്റു വി എ പ്ലസ് വി ബി പ്ലസ് വി സി. സോ ഇവിടെ ഞാൻ മൈനസ് ആർ എഫ് ബൈ ആർ ആയിട്ട് എടുത്തേക്കുന്നത് 1 ബൈ എൻ ആണ്. സോ 1 ബൈ എൻ വി എ പ്ലസ് വി ബി പ്ലസ് വി സി. സോ നമുക്ക് ഈ ഒരു കേസിൽ എൻ 3 ആണ്. നമ്മൾ 3 ഇൻപുട്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. എൻ ഈസ് ഈക്വൽ ടു 3. സോ ദിസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് മൈനസ് 1 ബൈ 3 ഇൻറ്റു വി എ പ്ലസ് വി ബി പ്ലസ് വി സി. സോ ഈ ഒരു സർക്യൂട്ടിനെയാണ് നമ്മൾ ആവറേജിങ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഈ കേസിൽ 3 ഇൻപുട്സ് ആയതുകൊണ്ടാണ് ബൈ 3 വന്നത്. സോ ജനറലി ദിസ് ക്യാൻ ബി ഓപ്പറേറ്റഡ് ആസ് ആൻ ആവറേജ് സർക്യൂട്ട്. സോ സ്കെയിലിംഗ് ആംപ്ലിഫയർ, ആവറേജിങ് ആംപ്ലിഫയർ, സമ്മിങ് ആംപ്ലിഫയർ, ഇതെല്ലാം നമുക്ക് ഈ ഒരു കേസ് വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ദെൻ നമുക്ക് ഇതേപോലെ തന്നെ നോൺ ഇൻവേർട്ടിംഗ് ഓപ്പാമ്പിനെ, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിനെ സമ്മിങ് ആംപ്ലിഫയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ ആ ഒരു കേസ് കൂടെ നമുക്ക് നോക്കാം. സോ ദിസ് ഇസ് ദ സർക്യൂട്ട് ഡയഗ്രാം.
മൈനസ് പ്ലസ് ദെൻ ഇത് നമ്മുടെ ഇൻപുട്ടാണ്, നോൺ ഇൻവേർട്ടിംഗ്, ഇത് നമ്മുടെ ഫീഡ്ബാക്ക് സർക്യൂട്ട് RF, then this is R1, ഇത് ഗ്രൗണ്ട് ചെയ്തേക്കുവാണ്. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലാണ് ഇവിടെ നമ്മൾ സമ്മിങ് സർക്യൂട്ട്, സമ്മിങ് ആംപ്ലിഫയർ യൂസ് ചെയ്തേക്കുന്നത്. സോ ദിസ് ഈസ് R. ഇവിടെ ഞാൻ 3 ഈക്വൽ റെസിസ്റ്റർ വാല്യൂസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. സോ ദിസ് ഈസ് VA, VB ആൻഡ് VC, 3 ഈക്വൽ വാല്യൂ R വാല്യൂ വരുന്ന റെസിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ദിസ് ഈസ് V1 ആൻഡ് ദിസ് ഈസ് V2. ദെൻ ദിസ് ഈസ് ദ ഔട്ട്പുട്ട് Vout. സോ ഇതെന്ന് പറയുന്നത് സമ്മിങ് ആംപ്ലിഫയർ ഇൻ നോൺ ഇൻവേർട്ടിംഗ് മോഡ്, സമ്മിങ് ആംപ്ലിഫയർ ഇൻ നോൺ ഇൻവേർട്ടിംഗ് മോഡ്. സോ നേരത്തെ ഡിസ്കസ് ചെയ്തത് ഇൻവേർട്ടിംഗ് മോഡാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ വരുമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഈ ഒരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ ഇക്വേഷൻ നമുക്കറിയാം, 1 + RF/R1 ഇൻറ്റു ഈ നോഡിലെ വോൾട്ടേജ്. അപ്പോൾ ഇവിടെ ശരിക്കും വി ഔട്ട് എന്ന് പറയുന്നത് 1 + RF/R1, നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. ഗെയിൻ ഓഫ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, അതിൻ്റെ ഒരു ബേസിക് കേസ്, ഐഡിയൽ കേസ് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തിരുന്നു. 1 + RF/R1 ഇൻറ്റു ഈ നോഡിൽ, ഈ ഒരു നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൻ്റെ ഈ നോഡ് പോയിന്റിൽ വരുന്ന വോൾട്ടേജ്. അപ്പോൾ അത് Vin ആണെങ്കിൽ അത് Vin എന്ന് നമുക്ക് കൊടുക്കാം. ഗെയിൻ 1 + RF/R1 ഇൻറ്റു Vin. അപ്പോൾ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഈസ് ഈക്വൽ ടു 1 + RF/R1, അതാണ് ഗെയിൻ ഇക്വേഷൻ. സോ Vout എന്ന് പറയുന്നത് ആ ഗെയിൻ വാല്യൂ ഇൻറ്റു ഇൻപുട്ട് വാല്യൂ. സോ നമുക്ക് ഇവിടുത്തെ നോൺ ഇൻവേർട്ടിംഗ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് VA, VB, VC എന്നൊന്നും കൊടുക്കാൻ പറ്റില്ല, നമുക്ക് V1 എന്നേ കൊടുക്കാൻ പറ്റൂ. കാരണം V1 ആണ് ഈ നോഡിലേക്ക് വരുന്ന ഈ നോഡ് വോൾട്ടേജ്. സോ നമുക്ക് ആ ഇൻപുട്ടായിട്ട് നമുക്കിതിനെ V1 എന്ന് ജനറലായിട്ട് കൊടുക്കാം. ഇനി നമുക്ക് V1 സോൾവ് ചെയ്താൽ നമുക്ക് ഈ ഒരു ഔട്ട്പുട്ടിൻ്റെ എക്സ്പ്രഷൻ കിട്ടും. സോ V1 നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? സോ V1 ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. സോ V1 can be calculated using superposition theorem. കാരണം ഇവിടെ ഒന്നിൽ കൂടുതൽ ഇൻപുട്സ് വരുന്നുണ്ട്. സോ നമുക്ക് സൂപ്പർ പൊസിഷൻ തിയറം ഉപയോഗിച്ചിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റൂ. സോ ഇവിടെ R3 റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്ത് VA, VB, VC കണക്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ 3 ഇൻപുട്സ് വരുന്നത് കാരണം നമ്മൾ സൂപ്പർ പൊസിഷൻ തിയറം യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ VA എന്ന് പറയുന്ന ഇൻപുട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇത് രണ്ടും ഗ്രൗണ്ട് ചെയ്യും. VB, VCയും 0 പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ചെയ്യും. സോ ഇത് രണ്ടും ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും പാരൽ ആയിരിക്കും. സോ R പാരൽ R വാല്യൂ ആണ് ഇവിടെ വരുന്നത്. സോ R പാരലൽ R മീൻസ് R into R by R plus R. So this is equal to R square by 2R. നമുക്ക് R by 2 എന്ന് വരും. സോ ഈ ഒരു വാല്യൂ ഇതിന് ഇക്വലൻ്റ് ആയിട്ട് വരുന്ന വാല്യൂ R by 2 ആയിരിക്കും. സോ നമുക്ക് VA മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ Rഉം R by 2 ഇതിന് ഇക്വലൻ്റ് ആയിട്ട് R by 2 വരും. കാരണം നമ്മൾ സൂപ്പർ പൊസിഷൻ അപ്ലൈ ചെയ്യുമ്പം VA കൺസിഡർ ചെയ്യുമ്പോൾ VBയും VCയും ഗ്രൗണ്ടഡ് ആണ്, അല്ലെങ്കിൽ അത് 0 ആണ്. സോ നമുക്ക് ഇത് രണ്ടും പാരലായിട്ട് വരുന്നു, അതിന് ഇക്വലൻ്റ് വാല്യൂ R by 2 ആണ്. സോ നമ്മൾ അങ്ങനെ വെച്ചിട്ട് V1 കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ V1 ഈസ് ഈക്വൽ ടു, V1 എന്ന് പറയുന്നത് ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് R by 2 ആണ്. സോ R by 2, സോ V1 ഈസ് VA ഇൻറ്റു, കാരണം വോൾട്ടേജ് ഡിവൈഡർ റൂൾ വെച്ചിട്ട് നമുക്ക് ഇവിടെ VA ഉണ്ട്, R ഉണ്ട്, ദെൻ ഈ രണ്ട് റെസിസ്റ്റേഴ്സിനെയും കൂടെ ഇക്വലൻ്റ് ആയിട്ട് നമുക്ക് R by 2 എന്ന് പറയാം. ദിസ് ഈസ് R by 2. ദെൻ നമ്മൾ ഈ ഒരു വോൾട്ടേജ് ആണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നതാണ് V1. സോ V1 ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് VA ഇൻറ്റു R by 2 ബൈ R പ്ലസ് R by 2. ഇത് VA മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ. ഇനി VB ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ VAയും VCയും ഗ്രൗണ്ട് ചെയ്യുക, ദെൻ അത് രണ്ടും പാരലാണ്. സോ സെയിം എക്സ്പ്രഷൻസ് തന്നെ വരും, R by 2 ബൈ R പ്ലസ് R by 2. VC ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ VC ഇൻറ്റു R by 2 ബൈ R പ്ലസ് R by 2. ഇങ്ങനെയാണ് നമുക്ക് V1 എക്സ്പ്രഷൻ കിട്ടുന്നത്.
ദെൻ ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ R/2/2R + R 3R/2 ദെൻ ഇവിടെ നമുക്ക് VA/3 എന്ന് കിട്ടും. ഇത് കട്ട് ചെയ്ത് VA/3, ഇത് VB/3, ഇത് VC/3 എന്ന് കിട്ടും V1. Therefore we can write Vout is equal to 1 plus RF/R1 into V1. V1 എന്ന് പറയുന്നത് VA/3 plus VB/3 plus VC/3 അല്ലെങ്കിൽ നമുക്ക് all divided by 3 എന്ന് എഴുതാം. സോ ഈ രീതിയിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ദിസ് ഇസ് ദ സമ്മിങ് ആംപ്ലിഫയർ. സോ ഔട്ട്പുട്ട് ഈസ് VA plus VB. ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഇൻപുട്ടിൻ്റെ ഒരു സമ്മായിട്ട് ഗെയിൻ ടൈംസ് ദ സം ഓഫ് 3 വോൾട്ടേജസ് ആ രീതിയിൽ നമുക്ക് കിട്ടും. സോ ഇതാണ് ഇൻവേർട്ടിംഗ് മോഡിലുള്ള സമ്മിങ് ആംപ്ലിഫയറിൻ്റെ എക്സ്പ്രഷൻ. സോ നോൺ ഇൻവേർട്ടിംഗ് മോഡിലുള്ള എക്സ്പ്രഷൻ. സോ ഇൻവേർട്ടിംഗ് കേസും നോൺ ഇൻവേർട്ടിംഗ് കേസും നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വോൾട്ടേജ് ഫോളോവർ ആണ്. സോ എന്താണ് വോൾട്ടേജ് ഫോളോവർ? സോ ഈ ഒരു വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ വരയ്ക്കാൻ എളുപ്പമാണ്. അതായത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ദെൻ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് കണക്ട് ചെയ്യുമ്പോൾ RF വാല്യൂ നമ്മൾ ഷോർട്ട് ചെയ്യും. ദെൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന R1നെ നമ്മൾ 0 ആയിട്ട് അതിനെ ഓപ്പൺ സർക്യൂട്ടായിട്ടും RFനെ ഷോർട്ട് സർക്യൂട്ടുമായിട്ടും കണക്ട് ചെയ്ത് ഒരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിനെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ദാറ്റ് സർക്യൂട്ട് ഈസ് നോൺ ആസ് വോൾട്ടേജ് ഫോളോവർ. സോ ഒരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ നമുക്ക് വരയ്ക്കാൻ അറിയാം. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിനകത്തെ R1 റെസിസ്റ്റർ 0 ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ അതിനെ ഓപ്പൺ സർക്യൂട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. RFനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ടായിട്ടും കൺസിഡർ ചെയ്യുക. അപ്പോൾ നോൺ ഇൻവേർട്ടിംഗ് ആയതുകൊണ്ട് ഇൻപുട്ട് കൊടുക്കുന്നത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലായിരിക്കും. സോ ഈ ഒരു സർക്യൂട്ടിനെയാണ് നമ്മൾ വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ ദ ലോവസ്റ്റ് ഗെയിൻ ദാറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം എ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ വിത്ത് ഫീഡ്ബാക്ക് ഈസ് 1. സോ ഒരു മിനിമം വാല്യൂ ഒരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ്റെ വാല്യൂ 1 ആണ്. സോ അതെങ്ങനെയാണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വെൻ ദ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ഈസ് കോൺഫിഗേർഡ് ഫോർ യൂണിറ്റി ഗെയിൻ ദെൻ ദാറ്റ് സർക്യൂട്ട് ഈസ് നോൺ ആസ് voltage follower. So voltage follower circuit means that is a unity gain non-inverting amplifier and the output is equal to input. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻപുട്ട് ആൻഡ് ആൾസോ ഇറ്റ് ഈസ് ഇൻ ഫേസ് വിത്ത് ദ ഇൻപുട്ട്. അതുകൊണ്ടാണ് അതിനെ വോൾട്ടേജ് ഫോളോവർ, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ഫോളോസ് ദ ഇൻപുട്ട്. സോ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്, ഗെയിൻ യൂണിറ്റി ആണ്, ദെൻ ദ ഔട്ട്പുട്ട് ഈസ് ഫോളോയിങ് ദ ഇൻപുട്ട്. That is output is equal to input and it is also in phase with the input. So കാരണം ഇൻ ഫേസ് ആയിരിക്കും, കാരണം നോൺ ഇൻവേർട്ടിംഗ് മോഡിലാണ്, ഗെയിൻ യൂണിറ്റി ആയിരിക്കും. ദെൻ ആ ഒരു സർക്യൂട്ട് വരയ്ക്കാൻ നമ്മൾ എടുത്തേക്കുന്ന കണ്ടീഷൻസ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ വിത്ത് ഓപ്പൺ R1. സോ ഓപ്പൺ സർക്യൂട്ട് R1 ആൻഡ് ഷോർട്ട് RF. ഈ രണ്ട് കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട് വരച്ചിരിക്കുന്നത്. ദെൻ അതിൻ്റെ ഡിസൈൻ ഇക്വേഷൻസ്, AFൻ്റെ വാല്യൂ, AF ഒക്കെ നമ്മൾ പറഞ്ഞതാണ്, AF 1 ആണ്. RIF വിത്ത് ഫീഡ്ബാക്ക് ഇൻപുട്ട് റെസിസ്റ്റൻസ് അത് A ടൈംസ് RI ആണ്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ROF R0/A ആണ്. FF നമ്മൾ പഠിച്ചു, ബാൻഡ് വിഡ്ത്തിൻ്റെ കേസ് AF നോട്ട് ആണ്. ദെൻ ഓഫ്സെറ്റ് വോൾട്ടേജിൻ്റെ കേസ് ±VSAT/A. സോ ഇതിൻ്റെ ഡെറിവേഷൻസ് ഒന്നും അറിഞ്ഞിരിക്കേണ്ട, ഈ ഒരു വോൾട്ടേജ് ഫോളോവറിൻ്റെ ഡിസൈൻ ഇക്വേഷൻസ് ആണ് ഇതൊക്കെ. ദെൻ the voltage follower is also called a non-inverting buffer because when placed between two networks it removes the loading on the first network. So loading effect reduce ചെയ്യാൻ പറ്റും. അതാണ് വോൾട്ടേജ് ഫോളോവറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ ഇമ്പിഡൻസ് മാച്ചിങ്ങിനൊക്കെ യൂസ് ചെയ്യും. സോ ദിസ് ഈസ് ഓൾസോ കോൾഡ് എ നോൺ ഇൻവേർട്ടിംഗ് ബഫർ. സോ ഇറ്റ് റിമൂവ്സ് ലോഡിംഗ് എഫക്റ്റ്. സോ ദെൻ ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ ഇറ്റ് പോസസ് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആൻഡ് ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ദെൻ ഇൻപുട്ട് ഇമ്പിഡൻസ് ഹൈ ആയതുകൊണ്ട് വെനെവർ കണക്റ്റഡ് ടു സോഴ്സ് ഇറ്റ് ഡ്രോസ് നെഗ്ലിജിബിൾ കറണ്ട്, ദെയർഫോർ സോഴ്സ് ഈസ് നോട്ട് ലോഡഡ്, ദിസ് അവോയ്ഡ്സ് ലോഡിംഗ് എഫക്റ്റ്. സോ അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. ഡ്യൂ ടു ദ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ലോഡിംഗ് എഫക്റ്റ് ഈസ് റെഡ്യൂസ്ഡ് ഇൻ വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട്. സോ ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ദെൻ നമുക്ക് ലോഡിംഗ് എഫക്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ലോഡിംഗ് എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എക്സാമ്പിളാണ്, ഒരു VS സോഴ്സ് വോൾട്ടേജ്, ദെൻ ഇതൊരു സീരീസ് റെസിസ്റ്റൻസ്, ഇത് ലോഡ് റെസിസ്റ്റൻസ് ആണ്. സോ ദിസ് ഇസ് ദ സോഴ്സ് സൈഡ് ആൻഡ് ദിസ് ഇസ് ദ ലോഡ് സൈഡ്. നമ്മളിവിടെ ഔട്ട്പുട്ട് മെഷർ ചെയ്യുകയാണെങ്കിൽ, ലോഡിൻ്റെ അക്രോസ് ഔട്ട്പുട്ട് മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം Voutൻ്റെ ഇക്വേഷൻ എന്താണ്, VS × RL/RS + RL. ഇതാണ് എക്സ്പ്രഷൻ. ഞാനിവിടെ RS ആയിട്ട് 200 kilo ohmഉം RL ആയിട്ട് 2 kilo ohm ആണ്
നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ദെൻ ആ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് VS × 2 kilo ohm by 200 kilo ohm plus 2 kilo ohm എന്ന് കിട്ടും. അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 0.01 VS എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ മെഷർ ചെയ്ത് RL അക്രോസ് നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.01 VS ആണ്. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു VS ആണ്. അല്ലെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് അറ്റിനുവേറ്റഡ്. ദ സോഴ്സ് ഈസ് സിവിയർലി അറ്റിനുവേറ്റഡ്. നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സോഴ്സ് ഈസ് സിവിയർലി അറ്റിനുവേറ്റഡ്. സോ നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് VS നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? ദ ഔട്ട്പുട്ട് വാല്യൂ ഈസ് VS/100. സോ VS/100 വാല്യൂ ആണ് നമുക്ക് ഔട്ട്പുട്ടിൽ നമുക്ക് മെഷർ ചെയ്ത് കിട്ടുന്നത്. സോ വിച്ച് മീൻസ് ദ സോഴ്സ് ഈസ് സിവിയർലി അറ്റിനുവേറ്റഡ്. ദിസ് അറ്റിനുവേഷൻ ഈസ് നോൺ ആസ് ലോഡിംഗ് എഫക്റ്റ്. സോ ഇതിനെയാണ് നമ്മൾ ലോഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട് യൂസ് ചെയ്തിട്ട് ആ ഒരു ലോഡിംഗ് എഫക്റ്റ് എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മുടെ വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട്. ഇതാണ് നമ്മുടെ സോഴ്സ്, ഇതാണ് നമ്മുടെ ലോഡ് വാല്യൂ. അപ്പോൾ ഇവിടെ നോക്കുക VS, RS, ദെൻ ദിസ് ഇസ് RL. ദെൻ അതെങ്ങനെയാണ് അവോയ്ഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്കതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് അറിയാം. ഇവിടെ ഒരു ഇൻപുട്ട് റെസിസ്റ്റൻസ് ഉണ്ട് RI. ദെൻ നമുക്ക് ഈ ഒരു നോഡിലെ വോൾട്ടേജ് VA നമ്മളത് മെഷർ ചെയ്യുകയാണെങ്കിൽ ആ VA എന്ന് പറയുന്ന വോൾട്ടേജ് നമുക്കറിയാം VA ഈസ് ഈക്വൽ ടു ഈ ഒരു വോൾട്ടേജ് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് RI. കാരണം ഈ നോഡും സെയിം ആണ്. ഇത് VA ആണെങ്കിൽ ഇതും VA ആണ്. സോ ഈ ഒരു നോഡ് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ഈ നോഡ് VA മെഷർ ചെയ്യുകയാണെങ്കിൽ VA ഈസ് ഈക്വൽ ടു VS × RI/RI + 200 kilo ohm. അങ്ങനെ നമുക്ക് എഴുതാം. കാരണം ഈ നോഡെന്ന് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. ഇത് രണ്ട് സെയിം ആണ് ഐഡിയൽ കേസിൽ. സോ വി ക്യാൻ ബി റിട്ടൺ ആസ് VS × RI/RI + RS. വോൾട്ടേജ് ഡിവൈഡർ റൂൾ വെച്ചിട്ട് നമുക്ക് VA അങ്ങനെ എഴുതാം. ദെൻ നമുക്കറിയാം ഇൻപുട്ട് റെസിസ്റ്റൻസ് വളരെ ഹൈ ആണ്. ഓപ്പാമ്പിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് വളരെ ഹൈ ആണ്. ഐഡിയൽ കേസിൽ ഇൻഫൈനൈറ്റ് എന്ന് നമുക്ക് പറയാം. ദെൻ ഇൻഫൈനൈറ്റ് ആണ്. സോ RIയുടെ വാല്യൂ 200 kilo ohmനെ കാട്ടി വളരെ വലിയ വാല്യൂ ആണ്. സോ ഈ ഡിനോമിനേറ്ററിനെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു RI എന്ന് എഴുതാം. അങ്ങനെ എഴുതുവാണെങ്കിൽ ദിസ് ഇക്വേഷൻ വിൽ ബിക്കം RI/RI. അത് ക്യാൻസലായി VS എന്ന് തന്നെ വരും. സോ VA ഈസ് ഈക്വൽ ടു VS. അറ്റ് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ദിസ് വാല്യൂ വിൽ ബി ഈക്വൽ ടു VS. സോ ഈ വാല്യൂ ഈക്വൽ ടു VS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് VA ഈസ് ഈക്വൽ ടു VS മീൻസ് VA ഈസ് കണക്റ്റഡ് ആസ് Vout. സോ RF ഷോർട്ട് ചെയ്തിരിക്കുന്നുണ്ട്. Vout ഈസ് ഈക്വൽ ടു VA ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു VS. സോ ഇങ്ങനൊരു നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. സോ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു VS. നേരത്തെ പോലത്തെ VS/100 അങ്ങനെ ഒരു അറ്റ്യൂനേഷൻ ഇവിടെ നടക്കുന്നില്ല. സോ ബൈ യൂസിങ് വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട് ദിസ് ലോഡിംഗ് എഫക്റ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. അതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ എന്താണ് ലോഡിംഗ് എഫക്റ്റ്? ഒരു വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട് വെച്ചിട്ട് നമുക്കതെങ്ങനെ അവോയ്ഡ് ചെയ്യാം അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.